തിരുവനന്തപുരം നഗരസഭയിൽ മേയർ സ്ഥാനത്തേക്ക് CPM മത്സരിക്കും. RP ശിവജിയാണ് മത്സരിക്കുക. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തൽ. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തായാലും മത്സരിക്കാൻ ഉറച്ച് CPM അല്ലേ? അല്പസമയം അവസാനിച്ച CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നിർണായകമായ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനം മേയർ സ്ഥാന തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കും. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ RP ശിവജിയാകും CPMന്റെ മേയർ സ്ഥാനാർത്ഥി. പുന്നയ്ക്കാമുകൾ കൗൺസിലറാണ് RP ശിവജി. BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് വിജയിച്ചു വന്നയാളാണ്. 29 അംഗങ്ങളാണ് ഇടതുമുന്നണിക്ക് നഗരസഭയിലുള്ളത്. വിജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാകില്ല. 19 UDF കൗൺസിലർമാരുമുണ്ട്. ചേർന്നാലും 48 എന്ന ഒരു സംഖ്യയിലേക്ക് മാത്രമേ എത്താൻ കഴിയൂ. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. രണ്ടുപേരുടെ പിന്തുണ ഈ ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് ഉറപ്പില്ല. ലഭിച്ചാൽ തന്നെ 50 മാത്രമാകും. BJPക്ക് 50 ഉണ്ടാകും. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു ശക്തമായ നിലയിലേക്ക് മത്സരം മാറുകയുള്ളൂ. 50 കൗൺസിലർമാരുടെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഏകപക്ഷീയമായി BJPയെ വിജയിപ്പിക്കാൻ തയ്യാറല്ല. പകരം ഒരു മത്സരം ഉണ്ടാകട്ടെ നിലപാടാണ് MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സ്വീകരിച്ചത്. അതായത് അരുൺ, വിജയിക്കാനുള്ള ഭൂരിപക്ഷമില്ല എന്നിരിക്കെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മത്സരിക്കാൻ ഉറച്ചത് ഇത്തരത്തിൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ? അതുതന്നെയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. BJPക്ക് ഇത്തവണ ഭരണം BJPക്ക് പിടിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് CPMന്റെ വീഴ്ചയായി പൊതുവിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. പതിറ്റാണ്ടുകൾ CPM ഭരിച്ച നഗരസഭയാണ്. അത് BJP പിടിച്ചെടുത്തിരിക്കുന്നു. CPMന്റെ സിറ്റിംഗ് വാർഡുകൾ പലതും കോൺഗ്രസും ഇത്തവണ വിജയിച്ചു വന്നു. 10,000-ലേറെ UDF CPMന്റെ സിറ്റിംഗ് വാർഡ് ഇടതുമുണ്ട് സിറ്റിംഗ് വാർഡുകളാണ് പിടിച്ചെടുത്തത്. ആ സാഹചര്യത്തിൽ നഗരസഭയിൽ ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും മത്സരരംഗത്ത് മാറി നിൽക്കുകയും BJP അവിടെ ഏകപക്ഷീയമായി കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ കൗൺസിലിന്റെ മേയർ സ്ഥാനത്തേക്ക് BJP എത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നൊരു വിലയിരുത്തലാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. ആരുടെയെങ്കിലും കോൺഗ്രസ് മത്സരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അവർ മത്സരിക്കാൻ തന്നെയാണ് സാധ്യതയെങ്കിൽ 3 മുന്നണികളുടെയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അതിൽ ആദ്യം 1-2 സ്ഥാനാർത്ഥികൾ തമ്മിൽ വീണ്ടും മത്സരം ഉണ്ടാവുകയും അവരിൽ നിന്ന് വിജയത്തിനിടയ്ക്ക് ആകെ ഉണ്ടാവുക. അങ്ങനെയല്ല CPM മത്സരിക്കുമ്പോൾ കോൺഗ്രസിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ അവർ തയ്യാറാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. കാരണം CPMും കോൺഗ്രസും ചേർന്ന് BJPയെ ഭരണത്തിൽ നകറ്റി നിർത്താൻ ശ്രമിച്ചു എന്ന ഒരു തോന്നലുണ്ടാകുന്നത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക 2 പക്ഷത്തിനും ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും LDFനും UDFനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥി നിർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വിരളമാണ്. പകരം നേരിട്ട് തന്നെ മത്സരമുണ്ടാകും. 3 സ്ഥാനാർത്ഥികൾ BJPയുടെയും LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉണ്ടാകാനാണ് ഇപ്പോൾ സാധ്യത. കോൺഗ്രസിന്റെ തീരുമാനം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും CPM തീരുമാനം എടുത്തു കഴിഞ്ഞു. CPMന്റെ സ്ഥാനാർത്ഥിയായി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പുന്നയ്ക്കാമുകൾ കൗൺസിലർ RP ശിവജി. അവിടെയാണ് RP ശിവജി എന്ന പേരിലേക്ക് ഏകപക്ഷീയമായി യോഗം എത്തിയ പേരാണ് അല്ലെ? RP ശിവജി എന്ന പേരിലേക്ക് മേയർ സ്ഥാനത്തേക്കും CPM പരിഗണിച്ചിരുന്ന പ്രധാന പേരുകാരിൽ ഒരാൾ തന്നെയായിരുന്നു മേയർ. സ്വാഭാവികമായും മേയർ പദവിയിലേക്ക് CPM ഒരിക്കൽ കൂടി ഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ അവർക്ക് സജീവമായിരുന്നു. അതുകൊണ്ടാണ് അത്തരം ചില പേരുകൾ SP ദീപക്, RP ശിവജി തുടങ്ങിയ പേരുകൾ തന്നെയായിരുന്നു മേയർ സ്ഥാനത്തേക്കും CPM ഉയർത്തിക്കാട്ടാൻ ആലോചിച്ചിരുന്നത്. അവിടെ RP ശിവജിയുടെ പേരിൽ ഒരു മുൻതൂക്കവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ചേരുമ്പോഴും RP ശിവജിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. SP ദീപകിനെ മത്സരിപ്പിക്കുന്ന ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. പകരം RP ശിവജി എന്ന നേരത്തെയും കൗൺസിലറായിരുന്ന പൊതുവിൽ ഒരു സൗമ്യ സാന്നിധ്യമായി CPMൽ ജില്ലാ CPM അറിയപ്പെടുന്ന ശിവജിയെ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ശിവജിക്കാകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. അത് ആ വഴി ഏതെങ്കിലും പിന്തുണ കൂടി വരാകുമെന്ന ഒരു പ്രതീക്ഷ കൂടി CPMലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കക്ഷിയനുസരിച്ച് അത്ര എളുപ്പമല്ല CPMന് പുറത്തുനിന്നൊരു പിന്തുണ ഉറപ്പാക്കുന്നത്. കാരണം BJPക്ക് 50 കൗൺസിലർമാരുണ്ട്. അവർ BJPക്ക് ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDFന് 19 ഉണ്ട്. അവരും പാർട്ടി മുന്നണി തീരുമാനമനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പരമാവധി ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിക്ക് RP ശിവജി ലഭിക്കാവുന്ന വോട്ടുകൾ 29 തന്നെയാകും. 2 സഹോദരന്മാരുടെ കാര്യമാണ് പിന്നീട് ഉള്ളത്. അവരെ BJP ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരാളെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ്. പൗണ്ടുകളിൽ ജയിച്ച സുധീഷിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM 2 സ്വതന്ത്രം പിന്തുണ ലഭിക്കാനുള്ള സാധ്യത
വിരളമാണ്. മറ്റേതിനകത്തുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇനി ഈ അവസാന മണിക്കൂറിൽ നടക്കുമോ എന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ 29 വോട്ട് മാത്രമേ ശിവജിക്ക് ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായും മേയർ സ്ഥാനത്തേക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ ഉണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാകും CPM-ന്റെ സ്ഥാനാർത്ഥിയായി, ഇടതുമുണ്ട് സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനത്തേക്ക് RP ശിവജി മത്സരിക്കുക. വ്യക്തമാണ്. ഏറ്റവും പുതിയ വാർത്തയാണ്, ഏറ്റവും പുതിയ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. മേയർ സ്ഥാനത്തേക്ക് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ സ്ഥാനത്തേക്ക് CPM മത്സരിക്കാൻ ഒരുങ്ങുന്നു. RP ശിവജിയാണ് CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയായി നഗരസഭയിലേക്ക് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ള യോഗത്തിൽ നടന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറെ നിർണായകമായ തീരുമാനം പാർട്ടിയിൽ നിന്ന് വരുന്നത്. RP ശിവജി മേയർ സ്ഥാനാർത്ഥി CPM മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. BV അരുണാണ് വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.